എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഷാഫിക്ക് നേരെ ഉണ്ടായത്? മാത്രമല്ല അദ്ദേഹത്തെ അസഭ്യം വിളിച്ചു എന്നുള്ളതൊക്കെയാണ് പരാതി. ഡിവൈഎഫ്ഐ എന്ന നിലയിൽ വടകര എംപിയെ പരസ്യമായി തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്ന് വടകരയിൽ ഉണ്ടായത് വടകരയിലെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമാണ്. 8ഓളം പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഒരു MLA പരസ്യമായി സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് MP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഇന്ന് വടകരയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായി വടകരയിൽ വളരെ ബോധപൂർവം പ്രകോപനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം MP ഭാഗത്ത് നടക്കുകയാണ്. അപ്പൊ ഈ വിഷയം ഉണ്ടായതിനു ശേഷം മണ്ഡലത്തിൽ ഇല്ലാത്ത MP ഈ വിഷയം ഉണ്ടായതിനു ശേഷം കാറിൽ കുറെ ആളുകളെ കൂട്ടി, വാഹനത്തിൽ തൊട്ടവേക്കിൽ മറ്റൊരു വാഹനത്തിൽ ആളുകളെ കൂട്ടി, മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ കാണണം. ഇപ്പൊ ഇവരുടെ ഭാഗമായി ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MP പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. അതിനകത്ത് വീണു അങ്ങ് പറഞ്ഞതിൽ കുറച്ചു കാര്യങ്ങളുള്ളത്. ഒന്ന്, സ്വാഭാവിക പ്രതികരണം എന്ന് പറയുന്നു. ഡിവൈഎഫ്ഐയുടെ കൊടിയടക്കം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ജനങ്ങൾ ജനകീയ പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ ഡിവൈഎഫ്ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് പോയില്ലല്ലോ. രണ്ടാമത്തേത്, ഇന്ന് ടൗൺ ഹാളിൽ ഷാഫി പറമ്പിൽ MPക്ക് ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു MPക്ക് പാർട്ടി കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല, അത് പ്രകോപനമായി പോകും എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കാര്യമല്ല. പാർട്ടി കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ കാണേണ്ടത് MP വളരെ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ഈ 2 ദിവസമായി ഈ മണ്ഡലത്തിനകത്ത് നടന്നു വരികയാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയ പ്രകോപനം എന്താണ് ശ്രീ PC ഷൈജു? ഞാൻ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ കാലങ്ങളിലൊന്നും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാത്ത MP വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ ഈ വിഷയത്തിന് ശേഷം നടത്തുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. കോൺഗ്രസിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വരുന്നു MP സ്വീകരിക്കുന്ന നിലപാടിനെതിരായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി MP നടത്തുന്ന ഒരു ഷോ ആയിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണേണ്ടത്. അല്ല, ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോ നടത്തിയ പ്രകോപനം എന്താണ്? അങ്ങ് പറഞ്ഞു ഇത്രയും ദിവസം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നില്ല, ഇന്ന് MP പ്രകോപനം നടത്തിയെന്ന് പറഞ്ഞു. പ്രകോപനം എന്താണ്? വാഹനത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതാണോ? വാഹനത്തിൽ സഞ്ചരിച്ചതല്ല. ഈ വ്യത്യസ്തമായ ഒരുപാട് ഇടപെടലുകൾ, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വ്യത്യസ്തമായ ഇടപെടൽ MP നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇവിടെയും കാണേണ്ടത്. അപ്പൊ കഴിഞ്ഞ ദിവസം NH66 യോഗത്തിനകത്ത് DCC പ്രസിഡന്റിനെ കൂട്ടി MP പങ്കെടുത്തു. ആ യോഗത്തിനകത്ത് എങ്ങനെയാണ് ഒരു ഔദ്യോഗികമായ യോഗത്തിനകത്ത് DCC പ്രസിഡന്റിനെ കൂട്ടി പങ്കെടുക്കുന്നത്? അതിന്റെ തുടർച്ച എന്ന നിലയിലേക്ക് മറ്റ് കേന്ദ്രങ്ങളിൽ പോയി വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു ഇടപെടൽ MPയുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി പറയുന്ന ഒരു കാര്യം, വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ ആ ഇടപെടൽ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റിനെ കൂട്ടി NH യോഗത്തിൽ പങ്കെടുത്താണോ DYFIക്ക് ഉണ്ടായ പ്രകോപനം? DYFI അതിനൊരു രാഷ്ട്രീയപരമായി കാണണം. അതൊരു രാഷ്ട്രീയപരമായി ശരിയാണോ? യോഗത്തിനകത്ത് അതിന്റെ പേരിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. ഇന്നിപ്പോ അവിടെ നിന്ന് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് MP കാറിനകത്താണുള്ളത്. ഡിവൈഎഫ്ഐയുടെ കൊടികളുമായി അവിടെ ആളുകൾ ചേരുന്നു. അങ്ങനെ പറഞ്ഞ ജനകീയ പ്രതിഷേധം എന്നാണ്. അപ്പോൾ വാഹനത്തിൽ ഇരിക്കുകയാണ് MP. അതിനുശേഷമാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, അവിടെ നിങ്ങൾ നേരത്തെ സംഘടിച്ചു നിന്നുകൊണ്ടാണ് പോലീസ് അടക്കം അവിടെ സംവിധാനം ഉണ്ടായിരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ. അപ്പോൾ പ്രകോപനം MPയുടെ ഭാഗത്തു നിന്നാണോ അതോ DYFIയുടെ ഭാഗത്തു നിന്നാണോ? ഞാൻ തുറന്നു വരുന്നത് കഴിഞ്ഞ 2 ദിവസമായി MP ഈ നിലയിലേക്കുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏത് നിലയിലേക്കുള്ള ശ്രമം എന്ന് ചോദിച്ചാൽ, ആളുകൾക്കിടയിൽ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, വളരെ ബോധപൂർവമായ ശ്രമം MPയുടെ ഭാഗത്ത്. DYFI പ്രവർത്തകരെ പ്രകോപിപ്പിക്കുമോ? ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല, MP വളരെ ബോധപൂർവം DYFI എന്നെ പരസ്യമായി തടയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലയിലേക്കുള്ള പ്രചരണം നടത്തി. അതിന്റെ ഭാഗമായി ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട്. ഞങ്ങൾ എവിടെയും DYFI ഒരിക്കലും പരസ്യമായി MPയെ തടയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. DYFI പരസ്യമായി തടയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് ആ വിഷയത്തിൽ MPക്കെതിരെ പ്രതിഷേധമുണ്ടെങ്കിൽ ആ വിഷയം പറഞ്ഞ് പ്രതിഷേധിക്കണം. അത് DYFIയുടെ പ്രതിഷേധമാണ് എന്ന് പോലും നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ജനകീയ പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ DYFIയുടെ പ്രതിഷേധമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നു MP, ഞങ്ങൾ തടയും, ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ ജനാധിപത്യ രൂപത്തിലേക്കുള്ള പ്രതിഷേധം ഈ സംഭവം ഉണ്ടായതിനു ശേഷം വ്യത്യസ്തമായ രൂപത്തിലേക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. അന്നെല്ലാം MP
ഇവിടെ ഉണ്ടായിരുന്നു, ഈ മണ്ഡലത്തിനകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രകടനത്തിന്റെ മുമ്പിലൂടെ MP കടന്നുപോയിട്ടുണ്ട്. ഞങ്ങൾ തടഞ്ഞില്ലല്ലോ. അന്ന് പ്രകോപനം ഞങ്ങൾ തടയാൻ ഉണ്ടായില്ല. വേണ്ടി അന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തടയാൻ ഞങ്ങൾ ഒരിക്കലും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, ഡിവൈഎഫ്ഐയുടെ കൊടിയുമായി അവിടെ എംപിയുടെ വാഹനം തടഞ്ഞത്? തടയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അത് അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമാണ്. അതിൽ ജനങ്ങളുടെ കയ്യിലൊക്കെ ഡിവൈഎഫ്ഐയുടെ കൊടിയുണ്ടെന്നേ. ഇത് വഴിയിൽ പ്രതിഷേധിക്കാനിരിക്കുന്നവർക്ക് എടുത്തു പിടിക്കാൻ പാകത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയ സമരം നടത്തണമെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്തൂടെ? ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് ജനാധിപത്യ രൂപത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരി, ഒരു നിമിഷം ശ്രീ പി. സി. ഷൈജു ഒന്ന് തുടരണം.